ഒരു മോട്ടിവേഷൻ കൊണ്ട് ഒരാളുടെ ജീവിതം മാറ്റാൻ സാധിക്കുമോ? ഒരിക്കലും ഇല്ല. ഒരു മോട്ടിവേഷൻ്റെ ആ പവർ കഴിയുമ്പോൾ അതൊന്ന് മറന്നു കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ബാക്ക് അടിച്ച് പഴയ അവസ്ഥയിൽ ചെന്ന് നിൽക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു മോട്ടിവേഷൻ കൊണ്ട് മാത്രം ഒരാളുടെ ജീവിതം മാറ്റാൻ സാധിക്കില്ല. അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യുക, കാണുക, ഓരോ അറിവ് തിരിച്ചറിവുകളാക്കുക. മോട്ടിവേഷൻ കൊണ്ട് മാത്രം ഒരാൾക്ക് ഒരു ജീവിതത്തിൽ ഒരു വ്യക്തമായ മാറ്റം ഉണ്ടാക്കാൻ ഒരിക്കലും സാധിക്കില്ല. കാരണം അവരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി, അവർക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കി, അവരുടെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു പ്രശ്നത്തെ ഹീൽ ചെയ്ത് മാറ്റിയെങ്കിൽ മാത്രമേ ആ ആൾക്കൊരു സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ മോട്ടിവേഷൻ കൊടുക്കാൻ നമുക്ക് അടുത്ത ബന്ധുക്കളാവാം, ഈ വിഷമം കണ്ടിട്ട് സഹിക്കാൻ വയ്യാത്ത ആരെങ്കിലും ആകാം. അവർ പെട്ടെന്ന് അവരൊരു എല്ലാം ശരിയാവും മക്കളെ, അത് ഒരു ആശ്വാസമാണ്. ചിലപ്പോൾ ഈ ഒരു കാര്യം മറ്റവരോട് പറയുമ്പോഴും ആ വ്യക്തിക്കൊരു ആശ്വാസം ഉണ്ടാവും. പക്ഷെ അതുകൊണ്ട് മാത്രം പ്രശ്നം തീരുന്നില്ല. ആ ഒരു ട്രോമ അയാളുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കും, ഒരു ഹീലാവാത്ത ട്രോമ പോലെ ഉള്ളിലിങ്ങനെ കിടക്കും. അത് വ്യക്തമായിട്ട് പൂർണ്ണമായിട്ട് നമ്മളത് മാറ്റിയെടുക്കണം. അത് നമ്മൾ എന്താണ് ചെയ്യുന്നത്? അത് നമ്മൾ അവരുടെ ഉള്ളിൽ കിടക്കുന്ന എന്താണോ അത് ചിലപ്പോൾ അയാളെ ഭയങ്കരമായിട്ട് ഹർട്ട് ചെയ്തൊരു പ്രശ്നമാകാം, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള വലിയ പ്രശ്നമാകാം, പൊറുക്കാൻ വയ്യാത്ത എന്തെങ്കിലും പ്രശ്നങ്ങളാകാം, അല്ലെന്നുണ്ടെങ്കിൽ രോഗാവസ്ഥയാകാം, അല്ലെന്നുണ്ടെങ്കിൽ കടമാകാം, അല്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും വിയോഗമാകാം. ഈ ഒരു പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നുള്ളതാണ്. നമ്മൾ ഈ ഒരു പ്രശ്നത്തെ ചിലരത് ഉള്ളിലങ്ങ് ഒതുക്കി പുറമേ നമ്മൾ അഭിനയിച്ച് ജീവിക്കും. പക്ഷെ ചിലർക്ക് ഒട്ടും പറ്റില്ല. അവരതിൽ കുറേ നാളതിൽ കുടുങ്ങിക്കിടക്കും. ട്രോമാസും അത് ഭയങ്കര ഡിപ്രഷനാണ്, കുടുങ്ങിക്കിടക്കും. പക്ഷേ എല്ലാ ഓവർ തിങ്കിങ് ആവും ചിലർക്ക് ഉറക്കമില്ലായ്മയാവും. എല്ലാ പ്രശ്നങ്ങൾക്കും, ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരമായിട്ട് ഒരു മെൻറ്ററുടെ സഹായം, ഒരു മെൻറ്റർ നമുക്ക് ആവശ്യമാണ്. നമ്മുടെ മൈൻഡിനെ ഒന്ന് ക്ലിയർ ചെയ്തൊന്ന് ക്ലീനാക്കി നമ്മൾ ഒരു അടുക്കളയിൽ നമ്മൾ സങ്കല്പിച്ച് നോക്കി, ഒരുപാട് വേസ്റ്റുകൾ കുന്നുകൂട്ടി ഇട്ടിരിക്കുന്ന അത് കിടന്ന് ചീഞ്ഞാളിഞ്ഞ് ദുർഗന്ധം വമിക്കത്തില്ലേ? പക്ഷേ ആ അടുക്കള ക്ലീനായി നീറ്റായി കിടക്കുന്നൊരു അടുക്കള നമ്മളൊന്ന് ഓർത്ത് നോക്കി. അവിടെ നമുക്കൊരു പോസിറ്റീവ് എനർജി അല്ലേ നമുക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത്. മറ്റേ ഒരു ചീഞ്ഞൊളിഞ്ഞൊരു സ്ഥലത്തേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു നെഗറ്റീവ് എനർജി അല്ലേ ഫീൽ ചെയ്യുന്നത്? അതുപോലെയാണ് നമ്മുടെ മനസ്സ്. നമ്മുടെ മനസ്സിൽ ആ ഒരു ക്ലീനായ പോസിറ്റീവ് എനർജി നമ്മളിൽ നിന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കെട്ടിക്കിടക്കുന്ന മൊത്തം അഴുക്കുകളെടുത്ത് കളയണം, അല്ലേ? നമ്മൾ ഓരോരുത്തരും വിചാരിക്കും നമുക്കൊന്നുമില്ല, നമ്മുടെ ബോധ മനസ്സിൽ ഇങ്ങനെ കെട്ടിക്കിടപ്പുണ്ട്. എല്ലാം നമ്മൾ കുഞ്ഞിലേ മുതൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ അനുഭവിച്ച പ്രശ്നങ്ങൾ മുതലേ കെട്ടിക്കിടപ്പുണ്ട്. പക്ഷെ ഇതൊന്നും അറിയാതെ നമ്മളിപ്പോഴും ഇതിൻ്റെയൊക്കെ പുറകെ ഓടുകയാണ്. നമ്മൾക്ക് അത്യാവശ്യം നമ്മളൊന്ന് ഹീലാകുക എന്നുള്ളതാണ്. നമ്മൾ ഹീലായി നമ്മളൊന്ന് ചക്രയൊക്കെ ഒന്ന് അലൈൻ ചെയ്ത് നമ്മുടെ ശരീരവും മനസ്സൊന്ന് ശുദ്ധമാകുമ്പോഴുണ്ടല്ലോ നമുക്ക് എന്തൊക്കെ ബ്ലോക്കുകളുണ്ടല്ലോ അതെല്ലാം നമ്മൾ ആ ഒരു ബ്ലോക്കായിരുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ഹാപ്പിനെസ്, കരിയർ, വെൽത്ത്, ഹെൽത്ത് എല്ലാം നമ്മളിലേക്ക് വരും. നമ്മുടെ ലൈഫ് നമുക്കൊരു സെലിബ്രേഷനാക്കി മാറ്റാൻ പറ്റും. ഈ ഒരു ചെറിയ നിസ്സാരമായ കാര്യം നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പോകുന്ന കോടികൾ കൊടുത്താൽ പോലും നിങ്ങൾക്ക് കിട്ടാത്ത സന്തോഷമായിരിക്കും. കോടികൾ കൊടുത്താൽ പോലും കിട്ടാത്ത സന്തോഷം, സമാധാനം, സമ്പൽ സമൃദ്ധി, ഇതെല്ലാം നിങ്ങൾക്ക് വെറും തുച്ഛമായൊരു പൈസ. നമ്മൾ എത്രയോ രൂപ ഇതിനെല്ലാം കളയുന്നു, അല്ലേ? ഒരു 500 രൂപയ്ക്ക് നമ്മൾ 10 ദിവസത്തെ ബേസിക് കോഴ്സ് കൊടുക്കുന്നത് എല്ലാവരും രക്ഷപ്പെടണമെന്ന് മനോഭാവത്തോടു കൂടിയാണ് ചെയ്യുന്നത്. 500 രൂപയ്ക്ക് ബേസിക് കോഴ്സ്, 10 ദിവസത്തെ ബേസിക് കോഴ്സ് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തെ ഒരു 360 ഡിഗ്രി ചേഞ്ച് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുക. കൂടുതലും വീട്ടമ്മമാർക്കാണ് ഒരുപാട് ട്രോമാസ് ഉള്ളത്. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നത്. ഇപ്പോഴും നമ്മുടെ ഓഫീസിൻ്റെ പ്രശ്നം, വീട്ടിലെ പ്രശ്നം, അമ്മായിയമ്മയുടെ പ്രശ്നം, ഭർത്താവിനെ കൊണ്ട പ്രശ്നം, കുട്ടികളെ കൊണ്ട പ്രശ്നം, ഇതെല്ലാം താങ്ങുന്നവരാണ്. പിന്നെ അതുപോലെ പുരുഷന്മാർക്കും അതുപോലെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് വേണ്ടി ഒരു കുറച്ച് സമയം കണ്ടെത്തുക, ഒരു ചെറിയ തുക മുടക്കുക. നിങ്ങളുടെ ജീവിതം മാറിയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കൺമുന്നിൽ കാണാൻ പറ്റും. കോൺഫിഡൻസും പവർഫുള്ളുമായൊരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും. അപ്പോൾ നിങ്ങളെ എല്ലാവരും ചിന്തിക്കുക, നല്ലൊരു ഒരു സ്വർഗ്ഗതുല്യമായ ഒരു ലൈഫ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു കോഴ്സ് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇത് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഇത് ആവശ്യമുള്ളവരേക്ക് ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് കൊടുക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.